അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ലോകത്ത് പലതരത്തിലുള്ള വിചിത്രമായ ഭക്ഷണ രീതികളും ഉണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോവാം. ലോകത്ത് വളരെ വിചിത്രമായ പല ഭക്ഷണങ്ങളും ഭക്ഷണശീലങ്ങളുമുണ്ട്. പുഴുവിനെയും മറ്റ് കീടങ്ങളെയും ഒക്കെ ആഹാരമാക്കുന്നതും വലിയ പുതുമയുള്ള കാര്യങ്ങളല്ല ഇന്നത്തെ കാലത്ത്. ഒരു പ്രദേശത്ത് നിലവിലുള്ള ഇത്തരം ആഹാര രീതികൾ മറ്റൊരു പ്രദേശത്തും സംസ്കാരത്തിലും ജീവിക്കുന്നവർക്ക് അറപ്പുളവാക്കുന്ന ഒന്നായി തോന്നുന്നത് സ്വാഭാവികം മാത്രം. എന്നാൽ ഇത്തരത്തിലുള്ള വിചിത്രവും എന്നാൽ ശാസ്ത്രം പോലും മുന്നറിയിപ്പ് നൽകുന്നതുമായ ചില ഭക്ഷണ രീതികളെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തത് കോബ്ര ഹാർട്ടാണ്. വിയറ്റ്നാമിൽ നിലവിലുള്ള ഒരു വിചിത്ര ഭക്ഷണമാണിത്. ജീവനോടെ ഇരിക്കുന്ന പാമ്പിനെ കീറി അതിൻ്റെ മിടിക്കുന്ന ഹൃദയം ഭക്ഷിക്കുന്നത് ആണ് ഇവർ ചെയ്യുക. ഇതിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് അപകടകരമായ ഒരു ഭക്ഷണമാണെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അണുബാധയ്ക്കും ഭക്ഷ്യവിഷബാധയ്ക്കും അതിനൊപ്പം പരാതങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നതിനും ഇത് കാരണമാകും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അടുത്തത് കാസു മർസു. ഇതൊരു ഇറ്റാലിയൻ ചീസ് ഡിഷാണ്. കാസു മർസു അതായത് പുഴുവരിച്ച ചീസ്. നിങ്ങൾ കഴിക്കാനെടുക്കുമ്പോഴേക്കും ഇതിൽ പുഴുക്കൽ നിറയ്ക്കുന്നുണ്ടാവും. ദുർഗന്ധത്തെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. പുഴുക്കൽ വന്നാൽ ദുർഗന്ധം ഉണ്ടാവുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ജീവനോടെയുള്ള ഈ പുഴുക്കളെ കഴിക്കുക എന്നത് ശരീരത്തിന് വളരെ നല്ലതാണത്ര എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഏത് ഭക്ഷണം ജീർണിച്ചാലും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇതിലും പ്രതീക്ഷിക്കാം എന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അടുത്തത് ബുഷ് മീറ്റാണ്. അതായത് ആഫ്രിക്കൻ ബുഷ് മീറ്റ്. എന്നാൽ അതിൽ വിവിധ തരം മൃഗങ്ങളുടെ മാംസമുണ്ട്. അതിൽ പ്രധാനമായും ജിറാഫുകളും ചിമ്പാൻസികളും പെടുന്നു എന്നതാണ് വാസ്തവം. ഗൊറില്ലകളും ചിമ്പാൻസികളും മനുഷ്യനുമായി വളരെ അടുത്ത DNA സാമ്യമുള്ളവയാണ്. ഇവയെ ഭക്ഷിക്കുന്നത് ഒരു തരത്തിൽ നരഭോജനം പോലെയാണ്. അതിനാൽ വിദഗ്ധർ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എബോള ലോകത്ത് പടരാൻ ഇടയാക്കിയത് ഈ പ്രവണതയിലൂടെയാണെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തത് മുയലിറച്ചിയാണ്. മുയലിറച്ചി ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഭക്ഷണശീലത്തിൻ്റെ ഭാഗമാണ്. കോഴിയുടെയും ഞണ്ടിൻ്റെയും മാംസത്തിൻ്റെ രുചികൾ ചേർന്നതാണ് ഇവയുടെ രുചി എന്നാണ് ഇത് കഴിക്കുന്നവർ പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതിനും സാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ പഠനം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭക്ഷണശീലങ്ങൾ എന്തായാലും നമ്മൾ കേരളീയർക്ക് മുയലിറച്ചി മാത്രം കഴിച്ച് ശീലം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാതും നമ്മുടെ നാട്ടിലെ ശീലങ്ങളല്ല, അതെല്ലാം വിദേശങ്ങളിലെ ശീലങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്.